ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന യേശയ്യാ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ ആത്മീയമായി ഒരുങ്ങുന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ ഈ മഹാമാരിയുടെ നടുവിലും ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വൻദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നോട് വിശേഷം? നല്ല വിശേഷം. നമ്മൾ എത്ര നാളായല്ലേ കണ്ടിട്ട്? അതെ, ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റാറില്ല ഇതുവരെ. അതെ അതെ, ശരിക്കും നമുക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. നമുക്ക് പക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ പേര് ഷെറിൻ, ഞാൻ ഷാർജയിൽ ഒരു ഹോസ്പിറ്റലിൽ നൈഫായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിൻഡ, ഞാനും ഷാർജയിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. നമ്മൾ എത്ര നാളായല്ലേ ഫ്രണ്ട്ഷിപ്പ്? ഒരു 5-6 വർഷമായി. 5-6 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അതെ, നമ്മൾ ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ വിഷമത്തിൽ കൂടെ ഒരുമിച്ച് നടന്നു പോയവരാണ്. ഒത്തിരി വർഷങ്ങൾ കടന്നു പോയവരാണ്. തീർച്ചയായും. അപ്പം ഷെറിന് 6 വർഷത്തിന് ശേഷം പ്രഗ്നന്റ് ആയെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കർത്താവേ, കൊറോണയാണല്ലോ എന്നൊരു പേടി. അപ്പൊ ഞാൻ നിന്നെ സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ അങ്ങനെ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ഓർത്തപ്പോൾ ദൈവമേ, കൊറോണയാണ്, ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നൊരു ഇൻഫെക്ഷനാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഒരു പാൻഡമിക്കിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ ആ സാന്നിധ്യം ഒത്തിരി അനുഭവിക്കാൻ പറ്റി കേട്ടോ. അതുകൊണ്ട് ഇന്ന് വരെ ഇപ്പം ഞാൻ ഫുൾ ടൈം ആയിട്ടിരിക്കുന്ന ഈ സമയത്തും എനിക്ക് പരിശുദ്ധ അമ്മ ശരിക്കും കൈ പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ഇന്ന് വരെ എല്ലാം ഭംഗിയായിട്ട് അമ്മ കൊണ്ട് നടന്നു. എന്നെക്കാളും തിരക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ബിൻ്റെ വർക്ക് ചെയ്യുന്നത്, എമർജൻസിയിൽ എന്നെക്കാളും റിസ്ക്കും കൂടുതലാണ്. എങ്ങനെ പോകുന്നു ഈ പ്രഗ്നൻസി കാലഘട്ടം? ശരിക്കും പറഞ്ഞാൽ കൊറോണ എന്ന് പറഞ്ഞ ആ ഒരു സമയം തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് കൊറോണ വരുന്നതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരുന്നു ടെൻഷൻ. അയ്യോ, അവർക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ ബുധനാഴ്ചത്തെ പ്രേയറിൽ ഞാൻ ഇങ്ങനെ കേൾക്കുകയുണ്ടായി, സ്വർഗത്തിലെ ദൈവം നഴ്സുമാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം, ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ആ ഐസൊലേഷൻ വാർഡിൽ വർക്ക് ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അവിടെ എല്ലായിരിക്കും ഇടുന്നെങ്കിലും ഞാൻ അകത്ത് പോയി അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ രോഗികൾ ഭയങ്കര, അവർക്ക് വേറെ ആരുമില്ല. നമ്മൾ മാലാഹമാരെന്ന് പറയുന്ന ആ ഒരു നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. ആദ്യം അവർക്ക് വേണ്ടി റിലേറ്റീവ്സിനോട് സംസാരിക്കാനും ഡോക്ടറോട് സംസാരിക്കാനല്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് കഴിഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പം പിന്നെ ഐസൊലേഷനിൽ ഇടാതായി. അപ്പം എനിക്ക് ഒരു വചനം, യെശയ്യാ 66:9, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസവത്തോളം എത്തിച്ചിട്ടും പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകിയ ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവ് ചോദിക്കുന്നു. ഈ ഒരു വചനം എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പം എമർജൻസിയിൽ നിനക്കറിയാലോ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സോൺ എന്ന് പറഞ്ഞാൽ റെഡ് സോണാണ്. അപ്പൊ എന്നോട് എല്ലാവരും പറയും, ഗർഭിണിയല്ലേ, ഈ സമയത്ത് റെഡ് സോണിൽ വർക്ക് ചെയ്യേണ്ട, നീ ഏതെങ്കിലും തിരക്കില്ലാത്ത സോൺ ചോദിക്കാം. പക്ഷെ ഈ വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വചനത്തിന്റെ ശക്തിയാൽ ഞാൻ പറഞ്ഞു,
ഒരു കുഴപ്പമില്ല, ചാർജ് നെസ്റ്റർ പറഞ്ഞു എന്നെ റെഡ് സോണിൽ ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല, എത്ര തിരക്ക് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാം. എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ തമ്പുരാൻ, എനിക്ക് കുഞ്ഞിനെ നൽകിയ തമ്പുരാന് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റും. ഈ ഒരു വചനത്തിന്റെ ശക്തി മൂലം മാത്രമാണ് ഞാൻ ഇപ്പോഴും ചോദിച്ചു വാങ്ങി വർക്ക് ചെയ്യുന്നത്. എനിക്കറിയാം നിന്റെ ആദ്യത്തെ പ്രഗ്നൻറ്റ് ഫീലും ഈ വചനം തന്നെയല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്തത്. അവനുണ്ടായി, അവൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് 3 മാസത്തിന് ശേഷമല്ലേ നീ അറിഞ്ഞതൊക്കെ. അത് എങ്ങനെയുണ്ട് ആ ഒരു കാലഘട്ടം? ശരിക്കും ഷെറിനെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ശരിക്കും മാതാവിന്റെ പിറവി തിരുനാൾ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഞാൻ ചെക്ക് ചെയ്തതും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പം എനിക്ക് അതിശയമാണോ സന്തോഷമാണോ എന്ന് പറയാറിയത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഒരു ഭയം കടന്നു വന്നു. കാരണം 3 മാസമായി ഞാൻ പലപ്പോഴും ട്രോളിയുടെ മേളിൽ നിന്ന് CPR കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭാരമുള്ള ഒരു പേഷ്യൻറ്റിനെ വലിച്ചു, അത് പിന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ആയിരുന്നു. ഈ ഒരു ഭയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. പക്ഷേ അന്ന് എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു ഭയം കിടക്കും, കർത്താവേ 3 മാസമായി ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്തല്ലോ, ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമല്ലേന്ന്. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു, രാത്രിയിൽ ഉറക്കം വരാതെ ഇങ്ങനെ വാട്സപ്പ് നോക്കിയപ്പം ഒരു വാട്സപ്പിൽ ഒരു വേർഡ് ഓഫ് ഗോഡ് എനിക്ക് കിട്ടിയത് ഈ ഏഷ്യ 66:9 അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ധൈര്യം, എങ്കിലും ഇടയ്ക്കൊരു ഡൗട്ട് വരും, എങ്കിലും ഒരു ധൈര്യം കിട്ടി. അന്ന് ഞാൻ അൾട്രാസൗണ്ട് പിറ്റേ ദിവസം ചെയ്തു, ഷെറിന്റെ എമർജൻസിയിലാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കൊച്ചു നല്ല ഹെൽത്തിയാണ്, 3 മാസമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രഗ്നൻസിയിൽ പലപ്പോഴും പല രീതിയിലുള്ള ടെൻഷൻ നമ്മളെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ 9-ാം മാസത്തിൽ നമ്മൾ കുനിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ വരുമ്പം കർത്താവേ എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊക്കെ വരുമ്പം എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഈ വചനം വരിക. ഈ വചനം എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടത്തിൽ ഇൻഷുറൻസിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ. നമ്മൾ ഇവിടെയാണ് ഡെലിവറി നടക്കുന്നത്, അതുകൊണ്ട് പേരൻസ് അടുത്തില്ല. ഈ ഒരു ടെൻഷൻ്റെ ഒക്കെ സമയത്ത് ഈ ഒരു വചനം ഭയങ്കരമായിട്ട് എനിക്ക് ശക്തിപ്പെടുത്തിയ ഒരു വചനമാണിത്. ശരിക്കും എല്ലാവരും പറയും നമ്മുടെ പ്രഗ്നൻസിയുടെ എയർലി സ്റ്റേജ് അത് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജാണ്, ഏറ്റവും ഹൈ റിസ്ക് ആണ്, നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കണം, നമ്മൾ ഒത്തിരി റെസ്റ്റ് എടുക്കണം. പക്ഷെ നിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. ആ ഒരു സമയത്ത് ഒട്ടും റെസ്റ്റ് എടുക്കാനോ ഒരു ആവശ്യത്തിനോ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമ്മുടെ സ്വർഗത്തിൽ അപ്പൻ എത്ര വലിയവനല്ലേ, എത്ര കരുതലോടുകൂടിയാ അവനെ കാത്തത്. തീർച്ചയായും അത് എൻ്റെ പ്രഗ്നൻസി ഫുൾ എനിക്ക് അത് മനസ്സിലായി. കർത്താവ് നമ്മളെ എത്ര കരുതുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോൾ പോലും നമുക്ക് ദൈവം നമ്മുടെ ഫ്രണ്ട്സിലൂടെ എല്ലാം നമുക്ക് എത്തിച്ചു തരും. അത്രയും കരുതുന്നവനാണ് നമ്മുടെ ദൈവം. തീർച്ചയായും. ഇപ്പൊ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി PPE ഒക്കെ ഇട്ടാ വർക്ക് ചെയ്യുന്നത്. നീയാണ് നിന്റെ ഷെറിനാണ് ഈ പ്രഗ്നൻസിയുടെ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം ഭയങ്കര പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ട്. അപ്പൊ ഈ PPE ഇട്ട് എങ്ങനെയാണ് നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ പ്രഗ്നൻസിയുടെ കാലഘട്ടം നമ്മുടെ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടമായിരുന്നു. നമ്മുടെ മറ്റുള്ള കൺട്രിയിലേക്കുള്ള ഫ്ലൈറ്റ് ഒന്നും ഇല്ലാണ്ടിരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എമർജൻസിയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് PV സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്ര വർഷം കൂടി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ടും പക്ഷെ കാത്തിരുന്ന് നമ്മൾ പ്രഗ്നൻ്റായി ഈ സ്പോട്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ 8-ാമത്തെ ആഴ്ച സ്പോട്ടിംഗ്, 9-ാമത്തെ ആഴ്ച 9, അങ്ങനെ ഓരോ വീക്കിൽ എനിക്ക് സ്പോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡുമായിട്ട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഞാൻ ഈ ഒരു കാലഘട്ടമായി ഞാൻ ഡോക്ടറെ കാണാൻ ഒന്നിനും പോയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വിഷമത്തോടു കൂടി ദൈവമേ എനിക്ക് സ്പോട്ടിംഗ് ആണല്ലോ, പരിശുദ്ധമ്മേ എനിക്ക് സ്പോട്ടിംഗ് ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം, എനിക്കത് അറിയത്തില്ല, ഒരു തോന്നൽ, ഇത് ഞാൻ തന്നതല്ലേ, ഞാൻ ഇതിനെ സംരക്ഷിച്ചോളാം, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അത് പിന്നെ ഞാൻ ആ സ്പോട്ടിങ്ങിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുമില്ല. പിന്നെ പിന്നെ അതങ്ങ് മാറി. പിന്നെ ഇന്ന് വരെ എല്ലാം ഭംഗിയായിട്ട് തമ്പുരാൻ കാത്തു ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇപ്പം ഞാൻ ഈ ടേമായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ചും അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ നീ ഇതുവരെ ഇപ്പോൾ നിൻ്റെ മൂത്ത കൊച്ചിന് 1.5 വയസ്സായില്ലേ, എങ്ങനെ കൊണ്ടുപോകുന്നു അവൻ്റെ ഓരോ കാര്യങ്ങളും, അവനെ എത്രത്തോളം ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? തീർച്ചയായും ഷെറിനെ, കാരണം 1.5 വയസ്സ് അവനായി. നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞു തന്നത് കണ്ട് കേട്ടുമാണ് നമ്മൾ പഠിച്ചത്. അപ്പം എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പകർന്നു കൊടുക്കുന്നോ അതാണ് അവന് ലഭിക്കുന്നത്. നമ്മളിലുള്ള കുറവുകൾ പരിശുദ്ധ അമ്മ അവനിൽ നികത്തും. അതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം ഞാനും ജീവിത പങ്കാളിയും വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സന്ധ്യ പ്രാർത്ഥന ചെല്ലുമ്പോൾ, അതുപോലെ കുഞ്ഞ് എന്ത് കാണുന്നോ കേൾക്കുന്നോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടിയായിരിക്കണം, ഈശോയെ കൊടുക്കുന്നതായിരിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവനത് കാണുന്നുണ്ട്, അവനത് ശ്രദ്ധിക്കുന്നുണ്ട്, അവനത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതിലെ എല്ലാ കുറവുകളും പരിശുദ്ധ അമ്മ നികത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം.
ഈശോയെ വളർത്തിയത് പരിശുദ്ധ അമ്മയല്ലേ? തീർച്ചയായും പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇവരുടെ കുറവുകൾ നിർത്തി ഇവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വിശുദ്ധരാക്കട്ടെ. അതെ, നമ്മൾ പല വിശുദ്ധരുടെയും കഥകളൊക്കെ വായിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാരാണ് അവർക്ക് ഈശോയെ പകർന്നു കൊടുത്തത്. വിശുദ്ധ അന്തോണീഫിൻ്റെ അമ്മ വിശുദ്ധ അന്തോണീഫിന് ഈശോയെ പകർന്നു കൊടുത്തൊക്കെ ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മുടെ ഹന്ന പുണ്യവതി, അതുപോലെ നമ്മളെ സ്നാപയോഹന്നാൻ്റെ അമ്മ എലിസബത്ത് പുണ്യവതിയൊക്കെ ഈശോയെ പകർന്നു. അവർ ശരിക്കും ആഗ്രഹിച്ചുണ്ടായ മക്കൾ അവർ ഈശോയെ പകർന്നു കൊടുത്തു. ഇന്ന് നമ്മുടെ ബൈബിളിലൂടെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ ഓരോരുത്തരും. തീർച്ചയായും അമ്മമാര് പ്രാർത്ഥിച്ച് മക്കളെ വിശുദ്ധരാക്കി. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യവും അത് തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് നമ്മുടെ മക്കളെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് മക്കൾക്ക് സാധിക്കട്ടെ. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഈശോയ്ക്ക് സ്വപ്നം കാണുന്നൊരു കുഞ്ഞായിട്ട് ആ കുഞ്ഞ് വളരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഞാൻ അത് തന്നെ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ സ്വപ്നം കാണുന്നൊരു കുഞ്ഞ്, ഈശോയ്ക്ക് കുഞ്ഞ് എന്താവണമെന്നാണ് ആഗ്രഹം, അത് ഈ കുഞ്ഞായി തീരട്ടെ, അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ വരുന്നൊരു ചേച്ചി എഴുതി ഉണ്ടാക്കിയൊരു പാട്ടാണ്. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞിൻ്റെ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ ഈശോയുടെ തിരി രക്തം കൊണ്ട് പൊതിഞ്ഞ് ആ കുഞ്ഞ് വിശുദ്ധനായിട്ട് തീരണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് ആ കുഞ്ഞിന് പാടിക്കൊടുക്കാറുണ്ട്. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് പാടിക്കൊടുക്കാറുണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടാവേ. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു പാട്ടാട്ടോ അത്. ഈശോയെ കാണാൻ കണ്ണുകൾ, ഈശോയെ കേൾക്കാൻ കാതുകൾ, ഈശോയ്ക്കായി പാടാൻ നാവുകൾ, ഹൃദയത്തിൽ ഈശോ മാത്രം. ഈശോയ്ക്കായി വേല ചെയ്യാൻ കൈകളും കാലുകളും, ഈശോയ്ക്കായി വേല ചെയ്യാൻ കൈകളും കാലുകളും, വിശുദ്ധനായി വിശുദ്ധനായി വളരേണം നീ കുഞ്ഞെ, വിശുദ്ധനായി വളരേണം നീ. ഒരമ്മ എന്ന നിലയിൽ ഒരു കുഞ്ഞ് വിശുദ്ധിയിൽ വളരുക എന്നതിലപ്പുറം മറ്റൊന്നും ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഒരു കുഞ്ഞ് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് വളരട്ടെ, അവൻ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണം. അങ്ങനെ ഇപ്പം ഇന്നത്തെ ഈ ലോകത്ത് ഒത്തിരി കാർട്ടൂൺ, ഒത്തിരി സോഷ്യൽ മീഡിയ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ കുഞ്ഞ് ഒരു വിശുദ്ധിയിൽ വളർന്ന് ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്ത് ജീവിക്കണം എന്നതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. തീർച്ചയായും വളരെ മനോഹരമായ ഒരു ഗാനം. നമ്മൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് ഇതിൽ കൂടുതൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനില്ല. അത്രയും വിശുദ്ധിയിൽ ദൈവം കാത്തുള്ളൂ. അതെ, ഉച്ചി തൊട്ട് വെള്ളങ്കാല് വരെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു സംരക്ഷണ കുഞ്ഞുങ്ങളിലും എന്നെ കേൾക്കുന്ന ഗർഭിണികളായ ദമ്പതികൾക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. തീർച്ചയായും ഷെർണ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ഉദരത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ കൊച്ചിനോടാണെങ്കിൽ പോലും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൈ പിടിച്ച് എനിക്കറിയാവുന്ന ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ വചനങ്ങൾ അവൻ അപ്പം പഠിച്ചില്ലെങ്കിലും പലപ്പോഴായി കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ അവനെ പഠിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അവൻ പിതാവിനും പുത്രനും പറഞ്ഞു കഴിയുമ്പോൾ ആമേൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഇന്നത്തെ ഈ തലമുറ ഈശോയിനെ മഹത്വപ്പെടുത്താനും ഈശോയിനെ കുറിച്ച് ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങളും ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ടാണല്ലോ വളരുന്നതെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെ, നമുക്ക് നമ്മുടെ മക്കളെ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളാക്കി തന്നെ വളർത്താം. ഞാൻ ഇപ്പോൾ ഡെലിവറിയോട് അടുത്തിരിക്കുന്ന ഈ സമയമായപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാനായിട്ട് തോന്നുക, നമുക്ക് ഈ ലേബർ പെയിനെ എങ്ങനെ ഈശോയ്ക്കായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും, ഈ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഈ വേദനയെ നമ്മൾ കേട്ടിട്ടില്ല, ഏറ്റവും വലിയ വേദന ലേബർ പെയിൻ, ആ ഡെലിവറി പെയിനാണ്. അതെങ്ങനെ ഈശോയ്ക്കായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും? ബിന്ദയുടെ അനുഭവം എന്തായിരുന്നു? ഷെർണ, ഡെലിവറി ടൈമിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ഗർഭകാലത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായി, മാനസികമായി പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. പലരും നമ്മളോട് പല രീതിയിൽ പറയും ഇത് അങ്ങനെയാണ്. ചിലർ നമ്മളെ ഭയപ്പെടുത്തും, ചിലർ നമ്മളെ ഉപദേശിക്കും. ഈ ഇടയ്ക്ക് ഒരു ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഒത്തിരി അത് ടച്ചായി. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പം. നമ്മുടെ ഈ ഗർഭകാലത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ, ഡെലിവറിയിലെ ആ വേദനകളൊക്കെ നമ്മൾ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ അബോർഷനായി മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ, കാരണം നമ്മുടെ ഈശോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ പല കാരണങ്ങളാൽ അബോർട്ട് ചെയ്യപ്പെട്ടു പോയ ദമ്പതികൾ, അവരുടെ അത് ചെയ്ത ഡോക്ടർമാര്, നഴ്സുമാര്,
അതിന് ഇൻവോൾവ് ആയ പലരും ഇവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ഈശോ ഏറ്റവും കൂടുതൽ വേദനിച്ച ഈ അവസ്ഥയിൽ നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ വേദനയോട് ചേർത്ത് വെച്ച് ഈ സഹനങ്ങളെ നമുക്ക് കൃപകളാക്കി മാറ്റാം. തീർച്ചയായും ഇത് എനിക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. എന്നെ കേൾക്കുന്നവർക്കും ഇതൊരു നല്ലൊരു കാര്യമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശരിക്കും നമുക്ക് കേട്ടിട്ടില്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ലേബർ പെയിനും ഡെലിവറിയുടെ വേദനയാണ്. ഈശോയുടെ കുരിശുമരണവും അതുപോലെ തന്നെയല്ലേ, ഒരു മനുഷ്യന് സഹിക്കാനും അപ്പുറമായിരുന്നു ഈ കുരിശിലെ യാതനകളും ആ കാൽവരി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഈ ഒരു വേദന അത് പൂർണ്ണമായിട്ടും ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് നമ്മൾ ഭ്രൂണഹത്യയിലൂടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുമ്പോൾ ശരിക്കും നമ്മളെ ഓർത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും മാതാപിതാക്കന്മാരെയൊക്കെ ഓർത്ത് സ്വർഗം ഒത്തിരി സന്തോഷിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡെലിവറിയോട് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഡെലിവറി ഡേറ്റിനെ ഓർത്ത് ആ ഡെലിവറി നിമിഷം ആ സമയത്തെ ഓർത്ത് ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ലേബർ റൂമിലായിരിക്കുന്ന ഡോക്ടർമാരെ, നേഴ്സുമാരെ, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവരിലൂടെയൊക്കെ ഈശോയുടെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മാവ് അവരിലൊക്കെ നിറയട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്നുള്ള കൈകളാണ് ഓരോ ഡോക്ടറിൻ്റെ നേഴ്സിൻ്റെ എന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ജനിച്ചു വരുന്ന ആ സമയത്ത് ആവ തൊടുമ്പോൾ ആ കുഞ്ഞിലേക്കും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്കിങ്ങനെ തോന്നുക എന്നെ സംബന്ധിച്ച് ഞാൻ 6 വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയാവുന്നത്. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും. പക്ഷേ ഈശോ എന്നെ 6 വർഷം എടുത്തു. 6 വർഷം ശരിക്കും പറഞ്ഞാൽ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ 6 വർഷം ഈശോ എന്നെ ഒരുക്കി. ഈശോയ്ക്ക് സ്വപ്നം കാണുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിന് എങ്ങനെ ജന്മം കൊടുക്കാമെന്ന് ഈശോ എന്നെ പഠിപ്പിക്കുമായിരുന്നു. ശരിക്കും ഒരു 0 ലെവലിലാക്കി പൂർണ്ണമായിട്ടും എന്നെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ ഈശോ മാറ്റി. ഈശോ കുറച്ചും കൂടി എന്ന് ഞാൻ പറയത്തില്ല, പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടി ഒരു ജീവിതം സമർപ്പിക്കാനുള്ള ഒരു ധൈര്യത്തിലേക്ക് ഈശോ എന്നെ വളർത്തി. അതിനുശേഷമാണ് ഈശോ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ ബോധ്യമുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ച് ഭൂമിയിൽ വളരുമ്പോൾ ആ കുഞ്ഞ് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഒരു പൂർണ്ണമായ തീരുമാനം എടുക്കാനായിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷം, അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ആട്ടോ അതിനെന്നെ ഒത്തിരി സഹായിച്ചത്. തീർച്ചയായും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാനസം വെച്ച് നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുഴുവൻ ഗർഭകാലത്തിലും നമ്മുടെ ഡെലിവറി ലേബർ റൂമിലോട്ട് നമ്മൾ പോകുമ്പോഴും നമ്മളെ കൂടെ വേറെ ആരുമില്ല പരിചയക്കാരും, നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചത് കേറ്റത്തില്ലാത്തൊരു സാഹചര്യം. കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നാം. അപ്പൊ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശരിക്കും ഒരു സ്ത്രീയുടെ എല്ലാ വേദനകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. കാരണം അമ്മയും നമ്മളെ ഒരു 9 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചു. മാതാപിതാക്കന്മാരുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. ആകെ സഹായത്തിന് യേശുപിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ഡെലിവറി സമയത്ത് പോലും യേശുപിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു സ്വർഗം അമ്മേനെ സഹായിച്ചു എന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ എല്ലാ വേദനകളും അറിയാവുന്ന അമ്മയാണ്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഗർഭകാലവും അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ വളർത്തുന്ന ആ ഒരു സാഹചര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകത്തില്ല എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചവരാരും ഇന്നും വരെ വഴിതെറ്റി പോയിട്ടില്ല. കാരണം അമ്മ എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മളൊന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ എത്രമാത്രം നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കും. തീർച്ചയായും നമുക്ക് ആ വചനം ഒന്നും കൂടെ ഒന്ന് എടുത്തു ചെല്ലാം. ലൂക്ക 1:35. തീർച്ചയായും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കാണുന്നവരിൽ മക്കളില്ലാത്ത ദമ്പതികളുണ്ടാവാം, ഇപ്പോൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന നേഴ്സുമാരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാവാം. അവരിലെല്ലാം ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വം ഈ വചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരിലേക്ക് വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
വിശുദ്ധരായ മക്കളെ നൽകി ഈ നഴ്സുമാരെ ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഇവരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. അനേകം പരിമിതികളുള്ള ഈ COVID-19 കാലത്ത് ഉണ്ണീശോയെ ആത്മീയമായി സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ വിശന്നും ദാഹിച്ചും പരദേശിയായും വരുന്ന ഈശോയെ മുൻകാലങ്ങളേക്കാൾ കൂടുതൽ കാണുന്ന സമയമല്ലേ ഇപ്പോൾ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കാണാം. മമ്മി മമ്മി എന്താ മോളെ? എനിക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തരൂ. മമ്മിക്കിപ്പോൾ നല്ല ബോഡി പെയിൻ ഉണ്ട്. മോളിപ്പോൾ ബ്രെഡും ജാമും കഴിക്കേ. മമ്മിക്ക് സുഖമാകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാം. ഹലോ. ഹലോ നാൻസി, ഞാനാ സോഫി. ആ സോഫി. നാൻസി ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവായോ? ആ നല്ല ബോഡി പെയിൻ ഉണ്ട്. ഞാനിപ്പോൾ കിടക്കാം. ഫുഡൊക്കെ ഉണ്ടാക്കിയോ? സാധനങ്ങളൊക്കെ ഇരിപ്പില്ലേടി? ആ സാധനങ്ങൾ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ കടയിൽ നിന്ന് ഓർഡർ ചെയ്യാലോ അല്ലേ? അവർ കൊണ്ടുവന്ന് തരുമല്ലോ. സോഫിക്ക് ഇന്ന് ഡ്യൂട്ടിയാണോ? ഇല്ല നാൻസി, ഇന്നൊരു ഓഫ് കിട്ടി, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. എന്തായാലും നിന്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയി നന്നായില്ലേ? മോൾക്ക് എങ്ങനെയുണ്ട്? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശരി നാൻസി, നീ റെസ്റ്റ് എടുക്ക്. പിള്ളേര് ഫുഡ് തരാൻ പറഞ്ഞ് ബഹളാ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ? ഓക്കെ ബൈ. തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ദൈവമേ, ഞങ്ങൾക്കൊന്നും കൊറോണ വരാതെ കാത്തോളണേ. ആരാ മമ്മി വിളിച്ചേ? അതാ സോഫി ആൻറ്റിയാ. എൻ്റെ ഈശോ. ഹലോ മരിയ. ആ മരിയ, എങ്ങനെയുണ്ട് ഇപ്പൊ? എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. ഞാൻ കിടക്കാണ്. മോൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ അവിടെ കമ്പ്യൂട്ടറിലാണ്. നാൻസി, ഞാൻ കുറച്ച് സാധനങ്ങൾ നിന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നീ ആ ഡോർ തുറന്നതാണ് അകത്തേക്ക് എടുത്തത്. ഫ്ലാറ്റിൻ്റെ മുമ്പിലോ? സാധനങ്ങളോ? നിനക്കൊന്ന് ഡ്യൂട്ടി ഇല്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയടി. നിനക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണോ? ആ, മരിയ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ സാരമില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. മോളെ, എന്താ മമ്മി? മരിയാൻ്റെ അവിടെ ഡോറിൻ്റെ മുന്നിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കതെന്താന്ന് നോക്കാം. വാ. എന്തോരം സാധനങ്ങളാ എൻ്റെ ഈശോയെ. മമ്മി നോക്കിയേ, നൂഡിൽസ്. എൻ്റെ ഈശോയെ നന്ദി. മരിയനെ അങ്ങ് അനുഗ്രഹിക്കണേ. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിലൊരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്.
കുടുംബത്തെ സഹായിച്ച വ്യക്തിയാകാൻ നിനക്കും സാധിക്കില്ലേ? വേദനിക്കുന്നവരെ ഒഴിവാക്കാൻ ഓരോ കാരണങ്ങൾ നാം തിരയുമ്പോൾ ഒരേ ഒരു കാരണം മാത്രം മതി അവരെ സഹായിക്കാൻ. മത്തായി 25:40 പറയുന്നത് പോലെ വേദനിക്കുന്ന എളിയ സഹോദരരിൽ ഈശോയെ കണ്ടാൽ മാത്രം മതിയല്ലോ. അനേകം പരിമിതികൾക്കുള്ളിൽ നാം ജീവിക്കുമ്പോഴും ഇല്ലായ്മയിൽ ജനിച്ച ഉണ്ണീശോ വിശുദ്ധിയോടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.